Once again, welcome back to the online classes of Vishwabharati College, Mepayur. So in the previous classes, we were discussing about the first unit entitled The Glimpses of Green. And we discussed the first and the second chapter, Adventures in a Banyan Tree, and the second chapter, The Snake and the Mirror. And today is a special one because we are going to deal again with a poem that is related to nature, written by the famous natural poet, or a poet known as Nature, the poet of nature, and his name is William Wordsworth. I will introduce him in the later part. But before going to the chapter, I need to ask you a question, a simple question. Before asking a question, I would give you two options. Okay, the first option is city, and the second option is village. എൻ്റെ ചോദ്യം ഇതാണ്, ഈ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾ താമസിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതായിരിക്കും? ഗ്രാമമാണോ അതോ ടൗൺ ആണോ? Among many of you, I think 90% of you would choose village. Why? Because village gives us lots of happiness, freshness, peacefulness, lots of friends to talk, rivers, we can enjoy rivers, trees, the sounds of birds, isn't it? Yes, in the morning we get up with the sounds of birds, isn't it? By seeing a good sunrise. So all these makes us more closer to nature, isn't it? But comparing it to a town, when we are coming to town, we may find people less talkative, lethargic, they may not be able to cooperate with us, or they are busy with their own works, isn't it? Yes. So that makes the village more beautiful, isn't it? And so today, when we are coming to the third chapter, Lines Written in an Early Spring, written by William Wordsworth, the poet speaks about the things that humans forget when we are dealing with the nature. Or in the 21st century, as we are living on, we mainly focus upon the development, isn't it? അതായത് നമ്മൾ വികസനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലേ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പ്രകൃതിയെ മറന്നു പോകുന്നു അല്ലേ? നമ്മുടെ അമ്മയെപ്പോലെ പരിചരിക്കേണ്ട നമ്മുടെ പ്രകൃതിയെ നമ്മൾ മറന്നു പോവുകയല്ലേ? അതാണോ ശരിക്കുമുള്ള സുസ്ഥിര വികസനം? അതല്ല. അതായത് നമ്മൾ എപ്പോഴും പ്രകൃതിയോട് ക്ലോസ് ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുക. അതല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ എഡ്യൂക്കേഷനോട് തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് വി ഷുഡ് ലേൺ ടു ലവ് അവർ മദർ, ഓർ വി ഷുഡ് ട്രീറ്റ് നേച്ചർ ലൈക്ക് ആ മദർ, ഇസൻറ്റ് ഇറ്റ്? സോ അങ്ങനെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയാണ് നമ്മളിന്ന് ലേൺ ചെയ്യാൻ പോകുന്നത്. സോ ഓൾ ഓഫ് യു മേ ബി ഇൻട്രസ്റ്റഡ് ടു ലേൺ ദിസ് പോയം, ഇസൻറ്റ് ഇറ്റ്? ഡോണ്ട് തിങ്ക് ഇറ്റ് ആസ് എ ബിഗ് hectic work, okay? Yes, because this poem was written by William Wordsworth, and the speciality about him was he lived in the romantic period. Romantic period had, when you hear romantic, 10th standard students will be very happy, isn't it? Romantic means not that kind of romantic. By romantic he meant to write poems in a simple language. അതായത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക? പോയം എഴുതുക, അല്ലെങ്കിൽ വളരെ അതായത് ഫാമിലി, ലവ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പോയമിൽ കൊണ്ടുവരിക. അതാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, വില്യം വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന കവിതാ സമാഹാരം, അതായത് കോളറിഡ്ജ്, സാമുവൽ ടൈലർ കോളറിഡ്ജിൻ്റെ കൂടെ എഴുതിയിരിക്കുന്ന ആ ഒരു പുസ്തകമാണ് അദ്ദേഹത്തെ വളരെ പ്രശസ്തനാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകൾ നമ്മൾ ടെക്സ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ദ പ്രെല്യൂഡ് അല്ലേ? ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകൾ. ഓക്കെ, അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു ഈ ഒരു പോയം വളരെ സിമ്പിളാണ്. എന്താണ് ഇതിൽ പോയിട്ട് ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിക്കുന്ന അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന നമ്മളെപ്പോൾ ഒരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് എന്താണ് ഇത് ഉൾക്കാഴ്ച ഉണ്ടാവേണ്ടത്? അതായത് പ്രകൃതിയെ സ്നേഹിക്കാനും നമ്മൾ പ്രകൃതിക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറാനും തിരിച്ച് ആ ഒരു മനോഹാരിത കാത്തു സൂക്ഷിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് വില്യം വേർഡ്സ്വർത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ഷാൽ വി മൂവ് ഓൺ ടു ദ പോയം? യെസ്, ആർ യു റെഡി? യെസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ poem. So just go through your textbook, okay? And the first line says, I heard 1,000 blended notes while in a groove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. See how beautifully he has written the 4 lines. അദ്ദേഹം ആദ്യത്തെ സ്റ്റാൻസയിൽ പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ആദ്യത്തെ സ്റ്റാൻസയിൽ പറയാണ്, ഞാൻ എന്ത് കേൾക്കുന്നുണ്ട്. ആരാണ് ഈ ഐ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ പോയറ്റാണ്, ഓക്കെ? നമ്മുടെ റൈറ്ററായിട്ടുള്ള വില്യം വേർഡ്സ്വർത്ത് അദ്ദേഹത്തെ പറ്റി തന്നെ പറയാണ്, ഞാൻ കേട്ടു. എന്ത് കേട്ടു? ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. 1000 ബ്ലെൻഡഡ് എന്ന് വെച്ചാൽ എന്താണ്? മിക്സ് ചെയ്യുക, കൂട്ടിച്ചേർക്കുന്ന നോട്ട്സ്. നോട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദങ്ങളാവാം അല്ലേ?
ചിലപ്പോൾ എഴുത്തുകളാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ശബ്ദങ്ങൾ അല്ലെങ്കിൽ സംഗീതാത്മകമായിട്ടുള്ള പ്രകൃതിയിൽ ഉണ്ടാകുന്ന സൗണ്ടുകളെയാണ് അദ്ദേഹം ഇവിടെ കേൾക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, വൈൽ ഇൻ എ ഗ്രൂവ് ഐ സൈറ്റ് റിക്ലൈൻഡ്. അപ്പോൾ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, അതായത് ഞാനൊരു ഒരു തോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് എന്ത് ഈ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നത്. ഐ സൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ഇംഗ്ലീഷ് ടേമാണ് സൈറ്റ്. അതായത് ഇപ്പോഴത്തെ സാറ്റിൻ്റെ നമ്മൾ ഇരുന്നു എന്ന് പറയുന്നതിൻ്റെ ഓൾഡ് ഇംഗ്ലീഷ് ടേമാണ് സൈറ്റ് എന്ന് പറയുന്നത്. റിക്ലൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സന്തോഷത്തിനായി ഞാനവിടെ ചാരിയിരിക്കുകയായിരുന്നു, വളരെ സന്തോഷത്തോടുകൂടി ഞാനവിടെ ചാരിയിരിക്കുമ്പോഴാണ് എന്ത് കേൾക്കുന്നത്, ഈ ഒരു 1000 ബ്ലെൻഡഡ് നോട്ട്സ് അദ്ദേഹം കേൾക്കുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് ലൈൻ, ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. ഓക്കെ, ഇത്രയും മധുരകരമായിട്ടുള്ള സന്തോഷം തരുന്ന ഈ ഒരു നിമിഷത്തിൽ അതെന്താണ്, ഒരേപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് സന്തോഷകരമായിട്ടുള്ള ചിന്തകളും അതേസമയം തന്നെ വളരെ ദുഃഖകരമായിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്തായിരിക്കാം ആ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രകൃതിയോടൊപ്പം ചിലവഴിക്കുന്ന സമയങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരിക അല്ലേ. ഒരു ബേഡ്സിൻ്റെ ചേർപ്പിംഗ് സൗണ്ടും അല്ലെങ്കിൽ ട്രീസ് അല്ലേ, അല്ലെങ്കിൽ ഇലകൾ ആടുന്നതും കാറ്റും അവർ ഇളം കാറ്റും ഒക്കെ എന്താ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തരും. അതൊക്കെയാണ് നമ്മുടെ ഒരു പോയറ്റിൻ്റെ മനസ്സിൽ വളരെ മധുരകരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ 4th ലൈനിൽ എന്താ പറയുന്നത്, അതോടൊപ്പം കുറച്ച് ദുഃഖിപ്പിക്കുന്ന ചിന്തകൾ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ എടുത്ത് നമ്മളെ പോയിട്ട് വർണ്ണിക്കുന്നുണ്ട് എന്ത്. ഓക്കെ, അദ്ദേഹം പറയുകയാണെന്ത് നോക്കാം. നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് നോക്കാം. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് what man has made of man. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിലുള്ള ലൈനുകളാണ് ആര് എഴുതിയിരിക്കുന്നത്, വില്യം വേർഡ്സ്വർത്ത് നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ അതിൻ്റെ മലയാളം ആശയം നമുക്ക് നോക്കാം. ഓക്കെ, ടു ഹെർ ഫെയർ വർക്ക്സ്, ആരാണ് ഈ ഹെർ, അതായത് പ്രകൃതിയെ ഒരു സ്ത്രീയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്, അതായത് പ്രകൃതി അവളുടെ വർക്കുകളോട്, അവളുടെ പ്രവൃത്തികളോട്, എന്താണ് പ്രകൃതിയുടെ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് പ്രകൃതിയിൽ കാണുന്ന ട്രീസ് അല്ല എല്ലാം, ഈ ഒരു ഹോൾ നേച്ചർ എന്താണ് ശരിക്കും പറഞ്ഞാൽ മൊത്തം ഒരു പ്രകൃതി സൗന്ദര്യത്തോട് എന്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്, ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. എന്ത് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്, ദ ഹ്യൂമൻ സോൾ, അതായത് നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, നമ്മുടെ പ്രകൃതി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ദാറ്റ് ത്രൂ മീ റാൻ, എന്നിലൂടെ ഓടുന്ന ഒരു ആത്മാവിനെ എന്ത് ചെയ്തിരിക്കുകയാണ് പ്രകൃതി വളരെ മനോഹരമായിട്ട് ഒരു പ്രകൃതിയുടെ വർക്കുകളുമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, പ്രകൃതിയുമായി കൂട്ടിച്ചേർത്തിരിക്കുകയാണെന്ന് ആര് പറയുന്നു, വില്യം വേർഡ്സ്വർത്ത് പറയുന്നു. ആൻഡ് ദ തേർഡ് ലൈൻ, ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക്, അദ്ദേഹം പറയാണ്, പക്ഷേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണ്, എൻ്റെ ഹൃദയം എന്താണ് വളരെ വേദനിക്കുകയാണെന്ന് അദ്ദേഹം പറയാണ്. ഗ്രീവ് എന്ന് വെച്ചാൽ എന്താണ്, ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദനിക്കുക, ദുഃഖം വരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഗ്രീവ് എന്ന് പറയാം. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അതായത് മനുഷ്യൻ്റെ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുള്ളത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ലൈനാണ്. അലിട്രേഷനാണ് നമ്മുടെ ഈ ഒരു പോയതിൽ വരുന്ന ഒരു പോയറ്റിക് ടെക്നിക്കായ അലിട്രേഷനാണ് നമ്മൾ മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുള്ള ഈ ഒരു ലൈൻ. ഓക്കെ, അതിൽ റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു ലൈനിൽ നമ്മൾ കാണുന്നുണ്ട്, അതായത് മനുഷ്യൻ്റെ ക്രൂരതകളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അതായത് മനുഷ്യൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പ്രകൃതിക്കെതിരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, അവൻ്റെ ക്രൂവൽറ്റീസ് അല്ലേ, അവൻ്റെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, അതുവരെ എന്താണ് പ്രകൃതിയെ അത് വളരെ രീതിയിൽ ചൂഷണം ചെയ്യുകയാണ്, വളരെ മോശകരമായ രീതിയിൽ. അപ്പോൾ അത് ആരുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കി, നമ്മുടെ പോയറ്റിൻ്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കി. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻസ് എല്ലാവർക്കും മനസ്സിലായിരുന്നില്ലേ. നമുക്കിനി തേർഡ് സ്റ്റാൻസയിലേക്ക് പോകാം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തേർഡ് സ്റ്റാൻസയിൽ നമ്മുടെ പോയറ്റ് കുറച്ചുകൂടെ കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് സ്റ്റാൻസ് ശ്രദ്ധിക്കുക. ത്രൂ primrose tufts in that green bower the periwinkle trailed its wreaths, and 'tis my faith that every flower enjoys the air it breathes. അപ്പോൾ ഈ 4 വരിയുടെ മലയാള ആശയം നമുക്ക് നോക്കാം. ഓക്കെ, ഇനി കുറച്ച് പൂക്കളെ പറ്റിയും നമ്മൾ പഠിച്ചു അല്ലേ. ലൈൻസ് റിട്ടൺ ഇൻ ആൻ ഏർലി സ്പ്രിങ്, അതായത് സ്പ്രിംഗ് എന്ന് വെച്ചാൽ വസന്തകാലത്തിൽ എഴുതിയ വരികളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, ഓക്കെ, അതായത് നമ്മൾ കാണുന്നു ത്രൂ primrose tufts in that green bower. ഓക്കെ, ത്രൂ primrose എന്ന് പറഞ്ഞാൽ ഒരു തരം പൂക്കളാണ്, ഒരു തരം മഞ്ഞ നിറമുള്ള പൂക്കളാണ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു തരം മഞ്ഞ പൂക്കളാണ് എന്ത് പറയുന്നത്, ഈ primrose tufts. ഈ tufts എന്ന് വെച്ചാൽ എന്താണ്, കൂട്ടം, മഞ്ഞ പൂക്കളുടെ കൂട്ടത്തെയാണ് പറയുന്നത് primrose tufts in that green bower. എന്താണ് ഈ ഗ്രീൻ ബവർ എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇങ്ങനെ ഒരു പുഷ്പമാല പോലെ ഇങ്ങനെ നിൽക്കില്ല, നമ്മൾ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണത്തില്ലേ, വള്ളിച്ചെടികളൊക്കെ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിൽ നിൽക്കുന്ന അതിന് പറയുന്നതാണ് ഗ്രീൻ ബവർ എന്ന് പറയുന്നത്. തോട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീത്ത്സ്
എന്താണ് ഈ പെരിവിങ്കിൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇവിടുത്തെ ഒരു പല ആളുകളും പലതാണ് പറയുക അതിന്. ഒരു ചിലത് ആദോ ഹൗബ എന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ചിലത് പൂക്കളുണ്ട്, അതാണ് പെരിവിങ്കിൾ എന്ന് പറയുന്നത്. വളരെ വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്ന ഒരു പൂക്കളാണ് പെരിവിങ്കിൾ എന്ന് പറയുന്നത്. ട്രെയിൽഡ് എന്ന് വെച്ചാൽ എന്താണ്? മൂവ്ഡ്, അങ്ങോട്ടും കൂടി ചലിപ്പിച്ചു. ഇറ്റ്സ് റീത്ത്, അതിൻ്റെ കൂട്ടം, പുഷ്പമാല അല്ലെങ്കിൽ അതിൻ്റെ ആ പുഷ്പത്തിൻ്റെ കൂട്ടത്തെയാണ് റീസ് എന്ന് പറയുക. അപ്പം ആൻഡ് ഇസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ്സ് ബ്രീത്ത്സ്. അപ്പോൾ പറയാണ്, അതായത് ഇതാണ് എൻ്റെ വിശ്വാസം, അതായത് എല്ലാ പൂക്കളും എന്താണ് ചെയ്യുന്നത്? എൻജോയ്സ്, എന്താണ് എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ആസ്വദിക്കുന്നത്? ദി എയർ ഇറ്റ്സ് ബ്രീത്ത്സ്, അതായത് അവ ശ്വസിക്കുന്ന വായു എന്ത് ചെയ്യാണ്? അവ എൻജോയ് ചെയ്യുകയാണ്, ആസ്വദിക്കുകയാണെന്ന് ആര് പറയാണ്? നമ്മുടെ പോയറ്റിൻ്റെ വിശ്വാസം അങ്ങനെയാണെന്ന് പോയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം തേർഡ് ചാൻസിൽ നമ്മൾ വളരെ ബ്രീഫായിട്ട് കണ്ടു അല്ലേ. അതായത് പ്രിംറോസ് ടബ്സിനെ നമ്മൾ കണ്ടു അല്ലേ, പൂക്കൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതുപോലെ പൂക്കളുടെ കൂട്ടത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, പെരിവിങ്കിളിൻ്റെ കൂട്ടത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ എന്താണ്? പൂക്കൾ ശ്വസിക്കുന്ന ആ ഒരു വായു അല്ലേ, അതുവരെ ആ പൂക്കൾ എൻജോയ് ചെയ്യുകയാണ്. പ്രകൃതിയിൽ ഓരോന്നും എന്താണ്? മൈന്യൂട്ടായിട്ടുള്ള ഓരോന്നും ആ പൂക്കൾക്ക് വരെ എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് ആര് പറയാണ്? നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് പറയാണ്. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് സ്റ്റാൻസയിലേക്ക് പോവാം. ഓക്കെ, നോക്കുക. The birds around me hoped and played. Their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. അപ്പോൾ ഫോർത്ത് സ്റ്റാൻസയിൽ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് എന്താണ് പറയുന്നത്? അതായത് അദ്ദേഹത്തിന് ചുറ്റും പക്ഷികൾ എന്താണ്? തുള്ളിച്ചാടുകയും കളിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന് ചുറ്റും വന്നിട്ട്. എന്തൊരു രസകരമായിരിക്കും അല്ലേ. നമ്മുടെ ചുറ്റിനും പക്ഷിക്കൂട്ടങ്ങളൊക്കെ വന്നിട്ട് ലവ് ബേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ. അപ്പോൾ അതിൻ്റെ കളകളമായ ശബ്ദവും അല്ലെ നമ്മുടെ ചുറ്റും വന്നിരിക്കുകയാണ്, നമുക്ക് അതിൻ്റെ ചുറ്റും ഒരു സന്തോഷം തോന്നും. അപ്പം പോയറ്റിന് വളരെയധികം എന്താണ്? പ്ലഷർ തോന്നുകയാണ് മനസ്സിൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് അല്ലേ. എൻ്റെ ചുറ്റും പക്ഷികൾ വന്നിട്ട് എന്ത് ചെയ്യാണ്? കളിക്കുകയാണ് അല്ലേ. ഓക്കെ, ആൻഡ് ദെയർ തോട്ട്സ് ഐ കനോട്ട് മെഷർ. അദ്ദേഹം പറയാണ്, അവരുടെ ചിന്തകൾ എനിക്ക് ഒരിക്കലും അളക്കാൻ കഴിയുന്നത്രമായിരുന്നില്ല. ഐ കനോട്ട് മെഷർ എന്ന് പറയുന്നത് എനിക്ക് അളക്കാൻ കഴിയുന്നതായിരുന്നില്ല അവരുടെ ചിന്തകളെ. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ്, അതായത് അവരുണ്ടാക്കിയ ചെറിയ ചലനങ്ങൾ പോലും എന്താണ്? ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. കണ്ടോ, അപ്പോൾ എത്ര മനോഹരമായിട്ട് ഞാൻ പറയുന്നത്. അതായത് അവരുണ്ടാക്കിയ ചെറിയ അനക്കങ്ങൾ പോലും എന്താണ്? എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് ആര് പറയാണ്? ഫോർത്ത് സ്റ്റാൻസയിൽ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർത്ത് സ്റ്റാൻസയിൽ കണ്ടെന്താണ്? അദ്ദേഹത്തിൻ്റെ ചുറ്റും പക്ഷികൾ വന്നെന്താണ്? ചുറ്റും കളിക്കുന്നു അല്ലേ, ചാടുന്നു. അതുപോലെ വളരെ സന്തോഷകരമാണ് അല്ലേ അദ്ദേഹത്തിന് ചുറ്റും പക്ഷികൾ വന്നിരിക്കുന്നതും അല്ലേ. അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം, മനസ്സിന് സന്തോഷം ഉണ്ടാക്കി തരുന്നതെന്ന് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിഫ്ത്ത് സ്റ്റാൻസയാണ്. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റാൻസ നോക്കുക. The budding twigs spread out their fan to catch the breezy air, and I must think, do all I can, that there was pleasure there. ഓക്കെ, ശ്രദ്ധിക്കുക, മലയാള ആശയം പറഞ്ഞുതരാം. ദ ബഡിങ് ട്വിക്സ് എന്നാണ്. ബഡിങ് ട്വിക്സ് എന്ന് വെച്ചാൽ പുതിയ മുകുളങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഈ പുതിയ ശകരങ്ങളൊക്കെ വരുമ്പോൾ. ഒരു ശകരത്തിൽ നിന്ന് പുതിയ നാമ്പുകൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കാണില്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്നൊക്കെ വള്ളികളൊക്കെ. അപ്പോൾ അതിനെയാണ് എന്താ പറയുക? ബഡിങ് ട്വിക്സ്. ഓക്കെ, ചെറുതായിട്ട് വരുന്ന മുളകൾ അല്ലെങ്കിൽ മുകുളങ്ങൾ ആണ് ഇങ്ങനെ ഒരു ബ്രാഞ്ചുകൾ നിൽക്കുന്നതിനാണ് നമ്മൾ ബഡിങ് ട്വിക്സ് എന്ന് പറയുക. സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, എന്തിനാണ് അവരിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്? ഇലകളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ്, ഒക്കെ വ്യാപിച്ച് നിൽക്കുകയാണ്. എന്തിന്? ഒരു ഫാൻ നിൽക്കുന്ന പോലെ. എന്തിനാണ്? ടു ക്യാച്ച് ദ ബ്രീസി എയർ. ബ്രീസി എന്ന് പറഞ്ഞതാണ് ഇളം കാറ്റിനെ അല്ലെ, ഇളം വായുവിനെ, ഇളം കാറ്റിനെ പിടിക്കാനായിട്ട് അവർ സ്പ്രെഡായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇളം കാറ്റിൽ ആടുകയാണ് അവർ എന്ന് ആര് പറയാണ്? നമ്മുടെ ബഡിങ് ട്വിക്സ് പറയാണ് അല്ലേ. ഇളം കാറ്റിൽ ആടുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കല്യാണരാമനിലെ അല്ലേ തേങ്ങാക്കൊലയിൽ ഇളം കാറ്റിലാടുന്നു എന്നുള്ള ചില നർമ്മങ്ങൾ നമുക്ക് ചേർക്കാൻ കഴിയും അല്ലേ. അപ്പോൾ അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് ഇളം കാറ്റിൽ എന്താണ്? നമ്മുടെ ബഡിങ് ട്വിക്സ് നമ്മുടെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഫാൻ പോലെ ഇളകിയാണെന്ന് ആര് പറയുന്നു? വില്യം വേർഡ്സ്വർത്ത് പറയുന്നു. ആൻഡ് ഐ മസ്റ്റ് തിങ്ക്, ഡു ഓൾ ഐ ക്യാൻ, ദാറ്റ് ദെർ വാസ് പ്ലഷർ ദെയർ. അപ്പോൾ എന്താണ്? എവിടെ എന്താണ്? എല്ലായിടത്തും സന്തോഷമുണ്ട് പ്രകൃതിയിൽ, എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ടെന്ന് ആര് പറയുകയാണ്? ഈ പ്രകൃതി നിറയെ സന്തോഷമുണ്ട്, സന്തോഷമാണ് എനിക്ക് ചുറ്റുമെന്ന് ആർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ വില്യം വേർഡ്സ്വർത്തിന് ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് ചാൻസിൽ എന്താണ് കണ്ടത്? അതായത് ബഡിങ് ട്വിക്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ അല്ലേ. അതുമാത്രം എന്താണ്? അതായത് മുകുളങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ചിറകുകൾ പോലെ ഇങ്ങനെ പെടത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇളം കാറ്റിനെ പിടിക്കാനായിട്ട് അല്ലേ, ഇളം കാറ്റിൽ അത് ആടാനായിട്ട് അല്ലേ, ആ ഒരു വരുന്ന ബ്രീസി എയറിനെ ക്യാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ പോയിറ്റിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം നൽകുകയാണ്. അതാണ് ഫിഫ്ത്ത് സ്റ്റാൻസിൽ നമ്മൾ കാണുന്നത് അല്ലേ. ഇനി നമ്മൾ ഫൈനൽ സ്റ്റാൻസ് ചെയ്യാം, സിക്സ്ത് സ്റ്റാൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഓക്കെ, സോ ദ ലൈൻസ് ആർ: ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്, and if such be nature's holy plan, have I not reason to lament what man has made of man? അപ്പോൾ നോക്കുക അല്ലേ, എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു പോയം കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കുക. ഓക്കെ,
ഇഫ് ദിസ് ബിലീഫ്, വാട്ട് ഈസ് ദിസ് ബിലീഫ്? എന്താണ് ഈ ഒരു വിശ്വാസം? അതായത് പ്രകൃതിയും മനുഷ്യനും ഒന്നായി ജീവിക്കണം, അല്ലെങ്കിൽ പ്രകൃതി ഇത്രത്തോളം രമ്യതയിൽ മനുഷ്യനെ കൂടെ കൊണ്ടുപോകുന്നു, പ്രകൃതിത്തോളം നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ള ഈ ഒരു വിശ്വാസം. അതായത് അതായത് സ്വർഗത്തിൽ നിന്ന് നയിക്കപ്പെട്ടതാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, അങ്ങനെയാണ് പ്രകൃതിയുടെ പദ്ധതി എങ്കിൽ, ഈ ഒരു നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു പ്രകൃതിയുടെ പദ്ധതി എങ്കിൽ, ഹാവ് ഐ നോട്ട് റിസൺ ടു ലെമൻറ്റ്? അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് വിലപിക്കാനായിട്ടൊരു കാരണമല്ലേ? എന്താണ് ആ കാരണം? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അതായത് മനുഷ്യൻ്റെ ക്രൂരതകളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വിലപിച്ചുകൂടെ? ഇത്രത്തോളം നമ്മളെ പ്രകൃതി സ്നേഹിക്കുന്നു, ഇത്രത്തോളം നമ്മളെ ഈ ഒരു പദ്ധതി നമുക്ക് വേണ്ടി പ്രകൃതി മെനയുന്നു അല്ലേ, അതിനോട് അടുക്കാൻ അല്ലേ, അതിനോട് ടു ഗെറ്റ് മോർ ക്ലോസർ ടു നേച്ചർ, ടു ബി എ ട്രൂ ഫ്രണ്ട് അല്ലെ. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നേച്ചർ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം പ്രകൃതിയെ വേദനിപ്പിച്ചാലും നമുക്ക് വേണ്ടി വീണ്ടും എന്ത് തന്നുകൊണ്ടിരിക്കുന്നു? പ്രകൃതി ഇങ്ങനെ നമുക്ക് വേണ്ടി ഓരോ തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും കാണുന്നുണ്ടല്ലേ, ചില സമയത്ത് വരൾച്ച, ചില സമയത്ത് വെള്ളപ്പൊക്കം അല്ലേ, ചില സമയത്ത് നമ്മൾ തീരെ ഭയങ്കരമായിട്ടുള്ള മഴ, അധികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങൾ. ഇതൊക്കെ നമ്മൾ ചിലപ്പം ഈ ഒരു വികസനത്തിൻ്റെ ഭാഗമായി പ്രകൃതിയോട് ചെയ്യുന്ന പല ദോഷങ്ങളുടെ ഫലമായിരിക്കും അല്ലേ. പക്ഷെ എന്നിരുന്നാൽ പോലും പ്രകൃതി നമ്മളെ ഒട്ടും അവഗണിക്കുന്നില്ല. നമ്മളിപ്പോഴും ഒരു അമ്മ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയാണ് പ്രകൃതി. അപ്പോൾ ആ ഒരു പ്രകൃതിയെ നമ്മൾ ഒരിക്കലും മറന്നൊന്നും ചെയ്യരുതെന്നാണ് വില്യം വേഴ്സ്വർത്ത് നമ്മളോട് ഇവിടെ ഈ ഒരു പോയത്തിലൂടെ നമ്മൾ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് SLC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. അതായത് നമുക്കൊരു പോയം തരികയാണ്, നമുക്ക് പോയത്തിൽ നിന്ന് എന്താണ് ചോദിക്കുക, അവർ ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ ജസ്റ്റ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ട് അതിൻ്റെ ആൻസർ എടുത്ത് ചെയ്യാനാണ് നമ്മളോട് ചോദിക്കുക. പക്ഷെ അതിനപ്പുറം നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പോയറ്റിക് ടെക്നിക്സ് ഉണ്ട് ഈ ഒരു പോയത്തിൽ. ഓക്കെ, അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് അലിട്രേഷൻ എന്ന് പറയുന്നത്. അലിട്രേഷൻ ഈസ് വാട്ട്? ദ റിപ്പിറ്റേഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് അല്ലേ. ദ കോൺസണൻറ്റ് സൗണ്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വൊവൽ സൗണ്ട്സ് ആയ AEIOU എന്നതിൽ നിന്നും എന്താണ് അല്ലാത്ത സൗണ്ടുകളാണെന്ത് കോൺസണൻറ്റ് സൗണ്ടുകളെന്ന് പറഞ്ഞാൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കോൺസണൻറ്റ് സൗണ്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ആവർത്തിക്കുന്നതിനെ പറ്റിയാണ്, അതിൻ്റെ ആവർത്തനത്തെയാണെന്ന് പറയുക അലിട്രേഷൻ എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ ലൈനിൽ നോക്കുകയാണെങ്കിൽ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അല്ലേ, നമ്മുടെ പോയത്തിൻ്റെ അവസാനത്തെ ലൈനിൽ നമ്മൾ കാണുന്നുണ്ട് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. സെക്കൻഡ് ചാൻസിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാനിലെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അല്ലേ. മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അല്ലേ, അവിടെ 3 നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സീക്വൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഒരു ആൾട്രേഷൻ കാണുന്നത് ഈ ഒരു പോയത്തിൽ. അതുപോലെ റൈമിംഗ് സ്കീം അല്ലേ. റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പാറ്റേണിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പോയം മൂവ് ചെയ്യുന്നത് എന്താണ്, AB എന്നുള്ള പാറ്റേണിലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും, ഇപ്പോൾ ലാസ്റ്റ് ചാൻസിൽ നോക്കുകയാണെങ്കിൽ സെൻറ്റ് ലമെൻറ്റ് രണ്ടും അവസാനിക്കുന്നതിലാണ് ടീയിലും T സൗണ്ടിലാണ് അല്ലേ. സെൻറ്റ് ആൻഡ് ലമെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് AA. ആൻഡ് പ്ലാൻ ആൻഡ് മാൻ ബോത്ത് ആർ എൻഡിങ് ഇൻ NN. സോ സെൻറ്റ് ബിലോങ്സ് ടു ലമെൻറ്റ്, സോ ദേ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു A category. And plan and man belongs to B category. So that's why it is set as AB. Do you understand? Okay, very good. And next one, that is a rhyming words. That's what I told you now. That is a scent, lament, and plan and man. They are categorized into 2 groups. Okay. And the next kind of technology or the technique that we are going to learn in this poem is that's what we are going to see now. And now we already saw rhyming scheme and alliteration. Okay, and next we are going to see the new technique that is called personification. Okay, personification, as you know, എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ജീവനില്ലാത്ത വസ്തുവിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവനുള്ള വസ്തുവിനോട് ഉപമിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സോണിഫിക്കേഷൻ അല്ലേ. നമ്മൾ ഒന്നാമത്തെ ലൈനിൽ നമ്മൾ കാണുന്നുണ്ട്, സെക്കൻഡ് ചാൻസിൽ കാണുന്നുണ്ട്, ടു ഹെർ ഫെയർ വർക്ക്സ് വിത്ത് നേച്ചർ ലിങ്ക് അല്ലേ. പ്രകൃതി അതിൻ്റെ വർക്കുകളോട്, അതിൻ്റെ പ്രവൃത്തികളോട് മനുഷ്യൻ്റെ ആത്മാവിനെ ലിങ്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രകൃതി എന്തായിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്, ഒരു സ്ത്രീയായിട്ട്. ഹെർ ഫെയർ വർക്ക്സ് അല്ലേ, നേച്ചർ ആൻഡ് ഹെർ അല്ലേ. നേച്ചർ എന്ത് ചെയ്തിരിക്കുന്നു, ഹെറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നു അല്ലേ, ഹ്യൂമൻ സോൾ. അപ്പോൾ അവിടെ പ്രകൃതി എന്തായിട്ട് മാറ്റിയിരിക്കുകയാണ്, ഒരു ജീവനുള്ള ഒരു സ്ത്രീയായിട്ട് മാറ്റിയിരിക്കുകയാണ് അല്ലേ. അതുപോലെ എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്സ്, അതായത് എല്ലാ പൂക്കളും എന്താണ് ശ്വസിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അല്ലേ. അതൊരു പേഴ്സണിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കാണാം. കാരണം എന്താണ്, പൂക്കൾ ശ്വസിക്കുന്നുണ്ട് അല്ലേ. ശരിക്കും നമ്മൾ ഹ്യൂമൻസ് ബ്രീത്ത് അല്ലെങ്കിൽ ആനിമൽസ് ബ്രീത്ത് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഇവിടെ പൂക്കളെ വരെ എന്താണ്, ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു ശ്വസന പ്രക്രിയയിലേക്ക് വരെ അതുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊരു പേഴ്സണിഫിക്കേഷനായിട്ട് പറയാം അല്ലേ. പിന്നെ വേണമെങ്കിൽ നമുക്ക് നേച്ചേഴ്സ് ഹോളി പ്ലാൻ നമുക്ക് പേഴ്സണിഫിക്കേഷൻ ആയിട്ട് പറയാം. കാരണം പദ്ധതികൾ മനി എപ്പോഴും ആരാണ്, ശരിക്കും മനുഷ്യന്മാരാണ് അല്ലേ. അപ്പോൾ ഇവിടെ നേച്ചർ ഒരു ഹോളി പ്ലാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ നമ്മൾ കാണുന്നുണ്ട്. അതും ഒരു പേഴ്സണിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട് ഇമേജറി അല്ലെ. ഇമേജറി എന്ന് പറഞ്ഞാൽ പലതരം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കാണുന്ന നമ്മൾ ഇമേജറിയാണ്, 3 തരം ഇമേജറി ഉണ്ട്. എന്താണ്, വിഷ്വൽ അല്ലെ. വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നല്ലേ. ഓഡിറ്ററി കേൾക്കാൻ കഴിയുന്ന, ടാക്ടൈൽ ദാറ്റ് വി ക്യാൻ ഫീൽ അല്ലേ. ഓക്കെ, സോ എന്താ വിഷ്വൽ ഇമേജറീസ് ആർ ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് അല്ലേ. അപ്പോൾ എന്താണ്, എൻ്റെ ചുറ്റും പക്ഷികൾ
ഇങ്ങനെ ഓടി കളിച്ചു ചുറ്റും കളിച്ചു എന്നുള്ള നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രീകരണമാണ്. നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷികൾ ഇങ്ങനെ ചുറ്റും നടക്കുന്നതായിട്ടുള്ള ഒരു വിഷ്വൽ ഇമേജറി. ദ ബഡ്ഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, അതായത് ചെറിയ ബ്രാഞ്ചസ് മുകളങ്ങൾ വരുന്നിട്ട് ഇങ്ങനെ ഫാൻ പോലെ വിടന്ന് നിൽക്കുന്നത് നമുക്ക് മനസ്സിൽ ചിത്രീകരിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. അതുപോലെയാണ് ഓഡിറ്ററി ഇമേജസ് അല്ലേ. ഐ ഹാഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഞാൻ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നു അല്ലേ, സംഗീതാത്മകമായ ശബ്ദങ്ങൾ പ്രതിനിധി കേൾക്കുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു മീനിങ് നമുക്ക് ഇൻറ്റൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെയാണ് ടാക്ടൈൽ, അതായത് എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്ലീസ് അല്ലേ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടച്ച് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് ടാക്ടൈൽ ഫീലിങ്സ് അല്ലേ. അപ്പം ഇത്രയും നമ്മൾ പോയറ്റിക് ടെക്നോളജീസ് അല്ലെങ്കിൽ ടെക്നിക്സ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ശരിക്കും നമുക്ക് വരുന്ന കാര്യങ്ങളായിരിക്കാം ഈ ഒരു പോയറ്റിക് ടെക്നിക്സ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ഈ ഒരു പാഠത്തിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്താണ്? What is the point intent to this poem? He intends, or he wants to say, what does he want to say? He wants to convey that be closer to nature, treat our nature like our mother. That's what will make our lives more beautiful. Okay, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മളിതിൻ്റെ അടുത്ത യൂണിറ്റാണ്, അത് വേറൊരു യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ക്ലാസ്സുകളും, അപ്പോൾ അടുത്ത് കണ്ട 3 ക്ലാസ്സുകളും നമ്മൾ കൂടുതൽ എന്താണ് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു അല്ലേ. അതായത് എല്ലാ റൈറ്റേഴ്സും നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്ത് എന്തായിരുന്നു, പ്രകൃതിയുമായിട്ട് അതായത് ഒന്നായി തീരുക അല്ലേ, അല്ലെങ്കിൽ പ്രകൃതിയിലെ ഭംഗി ആസ്വദിക്കുക. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഇൻറ്റൻറ്റ് ചെയ്ത മനോഹരമായിട്ടുള്ള കാര്യം. അപ്പം ക്ലാസ് എല്ലാവർക്കും താങ്ക് യു.